ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ഒരു റീല് പോലും എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരാത്ത എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു റീലാണിത്. ഈ പുഞ്ചിരിക്കുന്ന ബുദ്ധനെ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് പണമോ നല്ല വാർത്തയോ ലഭിക്കുമെന്ന് ചൈനീസ് വാസ്തു പറയുന്നു. എന്താണ്, ചുമ്മാ പരീക്ഷിച്ച് നോക്കുന്നുണ്ടാ? സംഭവം രാജസ്ഥാനിലാണ്. 48 മണിക്കൂർ കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരനായി രക്ഷാപ്രവർത്തനം. സ്ഥലത്ത് 160 അടി താഴ്ചയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതിനാൽ 150 അടിയിൽ അധികം കുഴിക്കുന്നത് വെല്ലുവിളിയാണ്. എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോടും കൂടിയാണ് NDRF അംഗങ്ങൾ കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നത്. 7ലും 9ലും തോറ്റ വിദ്യാർത്ഥി. ആദ്യ സിനിമ പരാജയം. ഇന്ന് 1000 കോടി സിനിമയുടെ നായകൻ. പുഷ്പ എന്ന ഫ്ലവർ അല്ലട, ഫയർ, വൈൽഡ് ഫയർ. പറഞ്ഞത് ബോധ്യമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ശ്രീലേഖ. അപ്പോൾ ശരിയായിരിക്കൂ? അതെ, നിങ്ങളിത് വെറുതെ ചുമ്മാ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. എന്നാലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടെന്ന്. പാൻ ഇന്ത്യൻ പ്രൊമോഷനായിട്ട് നമ്മുടെ ലാലേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബറോസിൻ്റെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ചെയ്ത് ആരാന്നറിയോ? അക്ഷയ് കുമാറാണ്. നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നാളെ. താമസം കുമരകത്താണ്. കനത്ത സുരക്ഷയിലാണ്. മുല്ലപ്പെരിയാർ ചർച്ചയായിരിക്കും എന്നാണ് കേൾക്കുന്നത്. ചർച്ചയാവുമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ പ്രചോദനമായിട്ട് പണം സമ്പാദിക്കാൻ ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി വിദ്യാർത്ഥികൾ. എനിക്കപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. പണം സമ്പാദിക്കാൻ ഒളിച്ചോടേണ്ട കാര്യമുണ്ടോ? എന്താല്ലേ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യും.